വെൽക്കം ടു ഫുഡ് പവലിയൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മലബാറുകാരുടെ ഫേവറേറ്റ് ആയിട്ടായ കുഞ്ഞിപ്പത്തൽ അല്ലെങ്കിൽ കക്കറോട്ടി. കോഴിപ്പിടി എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. തലശ്ശേരിക്കാർ ഇതിനെ കക്കറോട്ടി എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിനാവശ്യമായ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നതാണ് ഇതിൻ്റെ ഡീമെറിറ്റായിട്ട് നമുക്ക് കാണാനുള്ളത്. ഇത് സാധാരണയായി പുഴുങ്ങലരി കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. കൂടുതൽ ടേസ്റ്റും സോഫ്റ്റും ലഭിക്കുന്നതിനായി ഞാൻ പുതിയൊരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പച്ചരി വെച്ചാണ്. പത്തിരിപ്പൊടി കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതിനൊന്നും ഇത്ര ടേസ്റ്റും പെർഫെക്ഷനും ഒന്നും കിട്ടില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു 3 ഗ്ലാസ് അരി ഞാൻ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ അരി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഓരോ ബാച്ചിൻ്റെ കൂടെയും ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കണം. അത് ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളത് ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് തുടർച്ചയായിട്ട് ഒരു 10 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. ചൂടായി തുടങ്ങുന്നതിനനുസരിച്ച് മാവ് കട്ടിയാവാൻ തുടങ്ങും. കുറുകി ലാസ്റ്റ് ഇത് നല്ലൊരു ഡോ ആയിട്ട് മാറും. നല്ല സോഫ്റ്റ് ഒരു ഡോ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് അതുകൊണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സമയമാകുമ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ മാവ് നന്നായിട്ട് വിട്ടുവരും. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാവ് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വരും. സാധാരണയായി അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ പുഴുങ്ങലരി കുതിർത്തിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കുഞ്ഞിപ്പത്തിരിക്ക് സോഫ്റ്റ്നെസ്സും ടേസ്റ്റും വളരെ കൂടുതലാണ്. 2 രീതിയിൽ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ്. കുറച്ചൊരു കഷ്ടപ്പാട് സഹിച്ചാലും നല്ല ടേസ്റ്റിയായ കുഞ്ഞിപ്പത്തിരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വലിയൊരു ചൂടൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ കൈകൊണ്ട് തൊട്ട് നോക്കാൻ പറ്റിയ പാകത്തിനുള്ള ചൂടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനൊരു തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഈ തട്ടിലിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് ഇത് കുറച്ചധികം മാവുണ്ട്. 1 കിലോ ചിക്കൻ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു 5-8 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാനുള്ള അത്രയും കുഞ്ഞിപ്പത്തൽ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരളവിൽ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഈ പോർഷൻ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ്. നമ്മളുണ്ടാക്കുന്ന കുഞ്ഞിപ്പത്തിരി നല്ല സോഫ്റ്റും നല്ല ഭംഗിയൊക്കെ ഉള്ളതായിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. വേഗത്തിൽ തന്നെ കുഴഞ്ഞ് കിട്ടും. കാരണം നമ്മളിതിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മയം ഇതിനുണ്ടാകും. ഇതിൽ നിന്ന് നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര എടുത്തിട്ട് നന്നായിട്ട് കയ്യിലിട്ട് ഉരുട്ടിയതിന് ശേഷം നീളത്തിൽ നമ്മൾ ഇതിനെ ഉരുട്ടിയെടുക്കണം.
ഈ എടുത്ത് വെച്ച പോർഷൻ മുഴുവനും നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അപ്പോൾ ഞാൻ കയ്യിൽ എണ്ണയൊക്കെ നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ചെറിയ ബോളിൻ്റെ രൂപത്തിൽ പരത്തിയെടുത്ത് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ പോയിൻ്റർ കൊണ്ട് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിലുള്ള നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡിയായി. ഇതുപോലെ നമ്മുടെ മുഴുവൻ മാവും ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെടുക്കണം. ഈ കുഞ്ഞിപ്പത്തിരിയുടെ കാര്യമായിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഉരുട്ടി ഷേപ്പ് ചെയ്യലാണ്. വീട്ടിലുള്ളവരൊക്കെ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനാകും. അപ്പോൾ ഞാൻ മുഴുവൻ മാവും ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിപ്പത്തിരി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുക്കുന്നത്. നമുക്കിതിലേക്ക് കുഞ്ഞിപ്പത്തൽ സാവധാനം ഇട്ട് കൊടുക്കാം. ഇതൊരു 8 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്താൽ മതി. അധികമായാൽ നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഹാർഡായി പോകും. അപ്പോൾ അത് റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി മൂപ്പിച്ച ശേഷം ഇതിലേക്ക് 2 വലിയ സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്തിളക്കി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ കുഞ്ഞിപ്പത്തിരി നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവ രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി അല്പം കഴിഞ്ഞാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-3.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ചിക്കനാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചിക്കനിൽ ഈ മസാലയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നതിനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാല നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിൽ ഗ്രേവി വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ച കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കന് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 3/4 വേവായിട്ടുണ്ട് ചിക്കന്. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രം പാന് ഈ ചിക്കനും ഈ കുഞ്ഞിപ്പത്തിരി മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അമർത്തി അടച്ച് വെച്ച് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതോടുകൂടി നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത്
നമ്മൾ തയ്യാറാക്കി വെച്ച കുഞ്ഞിപ്പത്തിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡിയായി. വളരെ സ്വാദിഷ്ടമായ ഈ കുഞ്ഞിപ്പത്തിരി നിങ്ങൾക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നന്ദി, നമസ്കാരം.